ഓം ഭദ്രം കർണേഭിഃ ശൃണുയാമദേവാഃ ഭദ്രം പശ്യേമാക്ഷഭിഃ യജത്രാഃ സ്ഥിരൈരംഗൈഃ തുഷ്ടുവാംസസ്തനൂഭിഃ വ്യശേമദേവഹിതം യദായുഃ ഭദ്രം नो അഭിവാദയമനഃ. ഓം ശാന്തി ശാന്തി ശാന്തി. മാണ്ഡൂക്യ ഉപനിഷത്തിലെ 9-ാമത്തെ മന്ത്രം. ജാഗരിതസ്ഥാനോ വൈശ്വാനരോ അകാര പ്രഥമാ മാത്രാപ്തേരാദിമത്വാദ്വാപ്നോതിഹ വൈ സർവാൻ കാമാനാദിശ്ച ഭവതി യ ഏവം വേദ. ജാഗരിതസ്ഥാന, ജാഗരിതമാകുന്ന ജാഗ്രതാകുന്ന സ്ഥാനത്തോടു കൂടിയ വൈശ്വാനരൻ. ആപ്തേ, ആപ്തിയാലോ വ്യാപ്തിയാലോ, ആദിമത്വാത്വാ, ആദിയോടു കൂടി ഇരിക്കൊണ്ടോ, ആദ്യമായി ഇരിക്കുന്നത് കൊണ്ടോ, ആദ്യസ്ഥാനത്തിരിക്കുന്നത് കൊണ്ടോ, പ്രഥമാ മാത്ര, ഒന്നാമത്തെ മാത്രയായ അകാര, അകാരമാകുന്നു. യഹ് ഏവൻ ഏവം വേദ, ഇപ്രകാരം അറിയുന്നുവോ, സ അവൻ, സർവാൻ കാമാൻ, എല്ലാ കാമങ്ങളെയും, ആപ്നോതി ഹ വൈ പ്രാപിക്കുന്നു, ആദി ച ആദിയായിട്ടും മുമ്പനായിട്ടും, ഭവതി ഭവിക്കുന്നു. ആത്മാവിൻ്റെ പാദങ്ങൾ ഓങ്കാരത്തിൻ്റെ മാത്രകളാണെന്ന് പറഞ്ഞതിന് ശേഷം ഇവിടെ പ്രത്യേകം വേർതിരിച്ച് പറയുകയാണ് ചെയ്യുന്നത്. ജാഗരിതമാകുന്ന സ്ഥാനത്തോടുകൂടിയ വൈശ്വാനരൻ ഓങ്കാരത്തിൻ്റെ ഒന്നാമത്തെ മാത്രയായ അകാരം ആകുന്നു. ഏതു സാമാന്യധർമ്മം കൊണ്ടാണ് വൈശ്വാനരൻ അകാരമെന്ന് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, അകാരത്തിൽ എല്ലാ വാക്കുകളും വ്യാപ്തമായിരിക്കുന്നു. അകാരോ വൈ സർവാ വാക്, അകാരം തന്നെയാണ് എല്ലാ വാക്കുകളും എന്ന് ശ്രുതിയുണ്ട്. അതുപോലെ വൈശ്വാനരനാൽ ജഗത്തും വ്യാപ്തമായിരിക്കുന്നു. തസ്യഃ വൈദസ്യാത്മനോ മൂർധൈവ സുതേജ, ആത്മാവായ ഈ വൈശ്വാനരൻ്റെ മൂർധാവ് ദ്യുലോകം തന്നെയാണ് എന്ന് ശ്രുതി ഇതിന് പ്രമാണമാകുന്നു. അഭിധാനവും അഭിധേയവും ഒന്നാണെന്ന് ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വിളിക്കുന്ന പേരും രണ്ടും ഒന്നാണ്. ആദിമത്വത്തെയും വൈശ്വാനരനും അകാരത്തിനും തമ്മിലുള്ള സാമാന്യ വിശേഷത എന്താണെന്ന് പറയാം. അകാരം ഉകാരം അകാരങ്ങളെ അപേക്ഷിച്ച് ആദ്യം ഉച്ചരിക്കപ്പെടുന്നത് പോലെ വൈശ്വാനരൻ തൈജസനെയും പ്രാജ്ഞനെയും അപേക്ഷിച്ച് ആദ്യം സ്ഥിതി ചെയ്യുന്നു. ഈ സാദൃശ്യം കൊണ്ട് വൈശ്വാനരനെ അകാരമായി പറയാമെന്നാണ് പറയുന്നത്. അകാരവും വൈശ്വാനരനും ഒന്നു തന്നെ എന്നറിയുന്നവന് സിദ്ധിക്കുന്ന ഫലം എന്താണെന്നും പറയുന്നു. അവൻ എല്ലാ കാമങ്ങളെയും പ്രാപിക്കുന്നു, എല്ലാ ആഗ്രഹങ്ങളെയും നിവർത്തിക്കുന്നു, അവൻ്റെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റാൻ സാധിക്കുന്നു, മഹാന്മാരിൽ ഒന്നാമനായി തീരുകയും ചെയ്യുന്നു. ആദ്യമായി സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് മാത്രമല്ല, ആദ്യത്തിന് അത്യധികം പ്രാധാന്യമുണ്ട്, അകാരത്തിന് അത്രയധികം പ്രാധാന്യമുണ്ട് എന്നുള്ളത് കൊണ്ട് ഏറ്റവും അത്യധികം മഹത്വമുള്ള മാത്രയാണ് അകാരം. അതേമാതിരി തന്നെ ഒന്നാമത് സ്ഥിതി ചെയ്യുന്നു, ഒന്നാമനായി തീരുന്നു എന്നുള്ളത് കൊണ്ടും മഹത്വമേറുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ആത്മാവിൻ്റെ പാദമായ വൈശ്വാനരനും ഓങ്കാരത്തിൻ്റെ മാത്രയായ അകാരവും ഒന്നു തന്നെ എന്ന് പറഞ്ഞ് അത് രണ്ടിനെക്കുറിച്ചും നമ്മൾക്ക് അറിയാൻ കഴിഞ്ഞാൽ അവിടെ നമുക്ക് നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളെയും സാധിക്കാൻ കഴിയും എന്നുള്ള കാര്യമാണ് ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നത്.